നമസ്കാരം. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ ആരാധനാലയങ്ങൾക്കും പൂട്ടിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗ്രീസ് സർക്കാർ. 2026 ഫെബ്രുവരി ആദ്യ വാരം മുതൽ തന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ ആരാധനാലയങ്ങളെയും പൂട്ടിടണം എന്ന ലക്ഷ്യത്തോടുകൂടി ഓപ്പറേഷൻ സ്വീപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. മൈഗ്രേഷൻ ആൻഡ് എസൈലം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നയപ്രഖ്യാപനം പാർലമെൻ്ററി യോഗത്തിൽ ഈ അടുത്തിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അനൗദ്യോഗികമായി പ്രവർത്തിക്കുന്ന പള്ളികളിലാണ് ഈ നിയമം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിലും ഏതൊരു മതസ്ഥാപനത്തിലും ഈ നിയമം ബാധകമാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. കർക്കശമായ രീതിയിൽ നിയമം നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഏതൊരു മതസ്ഥാപനവും പോലീസ് സീൽ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന, ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഏതൊരു മതസ്ഥാപനം ഈ നിയമത്തിൻ്റെ കീഴിൽ തന്നെ വരുമെന്നും ഇതുമായി ബന്ധപ്പെട്ട വിദേശ പൗരന്മാരുടെ താമസ രേഖകൾ റദ്ദാക്കുകയും ഇവരെ നാട് കടത്തുകയും ചെയ്യുമെന്നും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഏതൻസിലെ അജിയോസിൽ ഈ അടുത്തിടെ ഒരു ബംഗ്ലാദേശി പൗരൻ അനധികൃതമായി നടത്തിയിരുന്ന ആരാധനാലയം സീൽ ചെയ്യുകയുണ്ടായി. അതോടുകൂടിയാണ് ഈ നടപടി ആരംഭിക്കുന്നത്. സാങ്കേതികമായി വിശ്വാസ നിക്ഷിപ്തമാണ് ഈ നിയമമെങ്കിലും എല്ലാ മതപരമായ പ്രവർത്തനങ്ങളും ഈ സുരക്ഷാ മാനദണ്ഡത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുമെന്നും സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തായാലും ഭീകരവാദം പോലുള്ള കാര്യങ്ങൾ ഗ്രീസിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നിയമ നടപടിക്ക് ഗ്രീസ് സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ നിയമവിരുദ്ധമായ രീതിയിൽ ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അവിടെ നിയമവിരുദ്ധമായ രീതിയിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും അവിടുത്തെ പൗരന്മാർക്ക് നേരെ തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യം യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ പിടിയിലാകാൻ പോകുന്നു യൂറോപ്പ്, ആ ഒരു പിടിയിൽ അമർന്ന് യൂറോപ്പ് മുങ്ങാൻ പോകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് യൂറോപ്പിൻ്റെ എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിൽ ഉള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അതായത് അങ്ങേയറ്റം ജനാധിപത്യപരമായ രീതിയിൽ എല്ലാ ആരാധനാ സംവിധാനങ്ങൾക്കും അരങ്ങൊരുങ്ങിക്കൊടുത്ത ഇടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടി എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം യൂറോപ്പിന് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ എന്ന് ഉറപ്പായിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഓസ്ട്രേലിയ ആയാലും യൂറോപ്പ് ആയാലും അമേരിക്കൻ രാജ്യങ്ങളായാലും ഇവരെല്ലാവരും തന്നെ ഇത്തരം തീവ്രവാദ ശക്തികൾക്ക് നേരെ സീറോ ടോളറൻസ് എന്ന നയം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇവരെ ഏതെങ്കിലും രീതിയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ നൽകി സംരക്ഷിക്കുക എന്ന നയം സ്വീകരിച്ചാൽ ആ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തന്നെ അവതാളത്തിലാകും എന്ന് ഈ സർക്കാരുകൾക്ക് ബോധ്യമായതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടി. എന്തായാലും ഈ നടപടികളുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഗ്രീസ് അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.